ബംഗ്ലാദേശിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അസൈലം അഥവാ അഭയം നൽകിയ രാജ്യമാണ് നമ്മുടേത് ഭാരതം. ഈ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ ഭാരതത്തിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ പ്രതികരണം. അയൽരാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഭാരതത്തിന്റെ നിലപാടുകളെന്ന് പല ആവർത്തി നമ്മൾ വ്യക്തമാക്കിയിരുന്നതുമാണ്. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. തീർച്ചയായും ഇന്നലെയാണ് വധശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഉച്ചയോടെ വധശിക്ഷ വിധിക്കുകയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ അപ്പീലുമായി സമീപിക്കുകയും ചെയ്യുമെന്ന് ഷെയ്ഖ് ഹസീന അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ബംഗ്ലാദേശിൽ ശിക്ഷ വിധിച്ച ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ആ പ്രത്യേക കോടതി, അതായത് കാവൽ മന്ത്രിസഭ രൂപീകരിച്ച പ്രത്യേക കോടതിയും ശിക്ഷാവിധിയും നിയമപരമായി നിലനിൽക്കുന്നതല്ല. കാരണം തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സർക്കാർ, ഒരു സാങ്കേതിക സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു സർക്കാർ രൂപീകരിച്ച കോടതിയുടെ തന്നെ നിയമസാധുത ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്ന് മുഹമ്മദ് യൂനുസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശമുണ്ടായത്. മുഹമ്മദ് യൂനുസ് കൃത്യമായി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പരിധിവരെ ഷെയ്ഖ് ഹസീനയെ തിരിച്ച് അയക്കണം അല്ലെങ്കിൽ നാട് കടത്തണം എന്ന നിലപാടിനെ സംബന്ധിച്ച ഔദ്യോഗികമായ ആവശ്യപ്പെടൽ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതോടെ തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു നീക്കമാണ് ഭാരതത്തിന്റേത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, അവിടെയുള്ള ജനതയുടെ സുരക്ഷയും സമാധാനവും ജനാധിപത്യ പുനഃസ്ഥാപനവും എല്ലാം തന്നെ ഒരേ പോലെ പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അയൽ രാജ്യത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും അതുപോലുള്ള ചർച്ചകളും നടന്നതായ ഒരു സൂചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടുകൾ അക്കാര്യത്തിൽ സാങ്കേതികമായെങ്കിലും പുറത്തു വരുന്നതായി വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവനയിൽ വ്യക്തമല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ, അതായത് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന ഒരു ആവശ്യം സംബന്ധിച്ച് ഔദ്യോഗികമായ തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഭാരതം വിഷയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.